ഇന്റീരിയറിനെ ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു. ഇന്റീരിയർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു സാറ് നമ്മളെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. ഇവിടെ എത്തിയ സമയത്താണ് നമുക്ക് ഈ വീടിൻ്റെ ഒരു വീട് പൂർണ്ണമായിട്ട് ACP ചെയ്യുന്നത് റിക്വയർമെൻറ്റ് വന്നത് അൽഫോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു അഭിമാനകരമായ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. എൻ്റെ ക്ലയൻറ്റ് മിസ്റ്റർ ശ്രീശാന്ത് നമ്മളെ ദീർഘകാലത്തെ അന്വേഷണത്തിന് ശേഷമാണ് അൽഫോഴ്സ് എന്ന ബ്രാൻഡിലേക്ക് എത്തിച്ചേർന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഏരിയയിലേക്ക് ഉപയോഗിക്കാനായിട്ട് 12 വർഷം വാറണ്ടിയുള്ള വുഡൻ ഷീറ്റുകളും നോർമൽ ഷീറ്റുകളും ആൻഡ് മാർബിൾ ഷീറ്റുകളും എല്ലാമാണ് കൊടുത്തത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിരവധി ബ്രാൻഡുകളുണ്ട്. പക്ഷേ യൂണിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അൽഫോഴ്സിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മിസ്റ്റർ ശ്രീശാന്ത് ഞങ്ങളുടെ അടുത്തേക്ക്. കാരണം നമുക്ക് ഈസിലി കെമിക്കൽ വാഷബിൾ ആണ്, പിന്നെ ഡ്യൂറബിലിറ്റി ലോങ് ഡ്യൂറബിലിറ്റി ആണ്. നമ്മൾ പറയുന്ന തിക്നെസ്സും പറയുന്ന വാറണ്ടിയും പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ വുഡ് കൂടാതെ മാർബിൾ സ്റ്റോൺ സീരീസ് കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഡിസൈൻ തന്നെ വളരെ ഭംഗിയാക്കുന്നത് ഈ ഐവറി കളറിലുള്ള ഒരു സ്റ്റോൺ കൂടി വന്നപ്പോഴാണ്. അൽഫോഴ്സിനെ സംബന്ധിച്ചോളം ഈ കളറുകൾ മാത്രമല്ല ഉള്ളത്, ബ്രിക്ക് സീരീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നാച്ചുറൽ സ്റ്റോൺസ് എല്ലാം അൽഫോഴ്സിനെ സംബന്ധിച്ചുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആർക്കിടെക്ട് ചോയ്സ് ചെയ്തതാണ്. ഐ തിങ്ക് ദിസ് ഇസ് ബെസ്റ്റ് ചോയ്സ്. അകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയറി വരുന്ന സമയത്ത് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ചാർക്കോൾ ഡിസൈൻസിലും 2 സൈഡിലും മൾട്ടിവുഡ് പാനലിംഗ് ചെയ്തതിന് ശേഷം അതിൽ തന്നെ ഒരു ലൈറ്റിംഗ് ഡിസൈൻസും കൊടുത്തു അതിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഡിസൈൻസ് തന്നെ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത് TV യൂണിറ്റ് ഏരിയ. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുത്തു. അതോടൊപ്പം തന്നെ 2 സൈഡിലും ചാർക്കോൾ ലൂവേഴ്സുകളെ അപ്ലൈ ചെയ്തു. ഇതിൻ്റെ മൾട്ടിവുഡ് സപ്പോർട്ടുകളും ആയിട്ടാണ് നമ്മൾ ഇതിലും ഡിസൈൻ ചെയ്തത്. ഇതിലും പ്രീമിയം കളറായിട്ടുള്ള ഐവറി ഷെയ്ഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പോർഷൻസ് ആണ് സ്റ്റെയർ കേസ് ഏരിയ എന്ന് പറയുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻസിലും അതിൻ്റെ ബോട്ടം ലെവലിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോട്ടയാർഡ് ഡിസൈൻസ്. ഈ കോട്ടയാർഡ് ഡിസൈൻസിനെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നമ്മൾ ഇത് മേക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡൈനിങ് പോർഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഡൈനിങ് ടേബിളിനെ നമ്മൾ മാർബിൾ ഫിനിഷിങ്ങിൽ കൂടെ അതിനോടൊപ്പം തന്നെ ഒരു ഗ്രീൻ ടച്ച് റെക്സിൻ ഫിനിഷിങ്ങിലാണ് ചെയർസിനെയും ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ലിവിങ്ങിനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചാർക്കോൾ ഡിസൈൻസ് ഈ ഐവറി ടച്ചിൽ തന്നെ വരുന്ന ചാർക്കോൾ ഡിസൈൻസിനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചനെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ നമ്മൾ ഐലാൻഡ് ടൈപ്പ് ഓഫ് കിച്ചൺസ് ആണ് ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ കിച്ചണും ഡൈനിങ് ഹാളും തമ്മിലുള്ള പാർട്ടീഷൻസിൽ തന്നെ CNC കട്ടിങ്സും മെറ്റൽ പാർട്ടീഷൻസും ആണ് മെയിൻലി ഞങ്ങൾ യൂസ് ചെയ്തത്. ഒരു ക്രോക്കറി ഷെൽഫ് ഡിസൈൻസും ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. ഐലാൻഡ് കിച്ചണിനെ സംബന്ധിച്ചിടത്തോളം ഐലാൻഡ് കിച്ചണിൽ മെയിൻലി ഫോക്കസ്ഡ് ആവുന്നത് ഈ ഒരു ഹോബ് ആൻഡ് ഹുഡ് തന്നെയാണ്. ഇതിൽ കിച്ചണിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കോഡ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് ആണ്. കോഡ്സ് ഓഫ് ടൈൽസ് ആണ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ ക്യാബിൻസ് മൊത്തം വരുന്നത് മൾട്ടിവുഡിലെ 0.7 ഡെൻസിറ്റിയിൽ ലാമിനേഷൻ ഫിനിഷിംഗ് ആൻഡ് ഗോൾഡൻ ഹാൻഡിൽസും ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിനെയും ഡൈനിങ്ങിനെയും ടച്ച് ചെയ്ത് വരുന്ന ഒരു നല്ലൊരു വാഷ് ബേസ് ഏരിയയും ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ടച്ചിൽ അതിൻ്റെ റോസ് ഗോൾഡൻ ടച്ചിലും ആയിട്ട് ഒരു നല്ല ഫിനിഷിംഗ് തന്നെ വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് ഇതിലും ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് ഡിസൈൻസും നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പോർഷൻസാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ഡാർക്കിഷ് മോഡിലേക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നാലും ഇതിൻ്റെ ബെഡിലായിരുന്നാലും ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പാനലിംഗ് ചെയ്തതാണ്. മറ്റൊരു പോർഷൻസ് ആണ് കിഡ്സ് റൂം. ഇതിലെ കോട്ട് ഞങ്ങൾ റിനോവേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതിൻ്റെ കളേഴ്സിൽ പിങ്കിലായിരുന്നാലും ഡാർക്ക് ബ്ലൂവിലായിരുന്നാലും മേക്ക് ചെയ്തിരിക്കുന്ന ഒരു കിഡ്സ് ബെഡ്റൂമാണിത്. അതിൽ കോട്ടിനെ ഞങ്ങൾ റിനോവേറ്റ് ചെയ്ത് എടുത്തതാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന 2 ബെഡ്റൂംസുകളോടും എക്സ്ട്രാ വന്നിരിക്കുന്നത്.
ഇതിൽ രണ്ടിലായിരുന്നാലും റിനോവേഷൻസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. കോട്ടുകൾ നമ്മൾ മേക്ക് ചെയ്ത് ലാമിനേഷൻ ചെയ്ത് എടുത്തതാണ്. ഡിസൈൻസുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായി ഹംബിളായ ഡിസൈൻസുകളാണ് കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീശാന്തേട്ടൻ്റെ അച്ഛനും അമ്മയും മകളും. അപ്പോൾ നമുക്ക് ഓരോട് തന്നെ ചോദിക്കാം. അച്ഛാ, അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ ഒരു വീടൊന്നും കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ ACP മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വീടൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് എത്താൻ എന്താണ് കാരണം? എൻ്റെ മാത്രം അഭിപ്രായമല്ല, മകൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഒരു വെറൈറ്റി വേണമെന്നുള്ളത് അവൻ്റെ ഒരു അഭിപ്രായമായിരുന്നു. അങ്ങനെ ചെയ്തതാണ്.